ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി പെട്ടെന്ന് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ 1 കിലോ ചിക്കനാണ്. 1 കിലോ 100 ഉണ്ടാവും ഇതിൻ്റെ ഫ്ലഷ് തന്നെ. അതിലേക്ക് കുറച്ച് ആദ്യം ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ് കേട്ടോ. അധികം നിറച്ചങ്ങനെ എടുക്കണ്ട, പിന്നെ അത് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, അത് നിറച്ചെടുത്തോ മല്ലിപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, 1 സ്പൂൺ ഓയിൽ. അതും കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, ഒരു 1.5 സ്പൂൺ വീതം. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇവിടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായാലും ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പാത്രം കുറച്ച് വലുതായിട്ടാണ് എണ്ണയൊക്കെ സൈഡിൽ പോയിരിക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു 3 സവാള കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് തന്നെ അതും കട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് വെക്കാം. മൂത്തതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരണം. ഇഞ്ചിയൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് സവാള കുറച്ച് ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ മൂപ്പായിട്ടുണ്ട്, മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവാള ഇടാം. ഇത് 3 എണ്ണമാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കുക രണ്ടും കൂടെ. നന്നായി വാടൊന്നും വേണ്ട, അതൊക്കെ ചിക്കൻ ഇട്ടിട്ട് ഒന്നിച്ചെല്ലാം കൂടെ കിടന്ന് വാടിക്കോളും. ഒന്ന് വാടിക്കഴിയും, കുറച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലേക്കിടാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊന്ന് മിക്സ് ആക്കുക. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ തക്കാളി ഇട്ടിട്ട് പിന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കുക. ചെറിയ തീയിൽ വേവണത്. വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഗ്യാസ് വലുതാക്കി വെച്ചാൽ ഇങ്ങനെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരിയാതിരിക്കാനായിട്ട് ചെറിയ തീയിൽ വയ്ക്കുക. തക്കാളി അതിൻ്റെ മേലിടാം. ഇത് 3 തക്കാളിന് മീഡിയം സൈസുള്ളത്. ഇത് അടച്ചു വയ്ക്കാം. ഗ്യാസ് ഒന്ന് ചെറുതാക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
വേവണ വരെ നമുക്കിത് ചെറിയ തീയിൽ വേവിക്കാം. നമുക്ക് നോക്കാം. ഇത് ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ സൈഡിൽ തിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കണം അതിൽ. ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ്, നല്ല കട്ടിപ്പാലാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വറ്റണം. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ എണ്ണയൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ തെളിയണ പോലെ വരെ ഇതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം വെള്ളം, ഇതിൻ്റെ ഗ്രേവി. ഇനി അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇത് വറ്റി കിട്ടിക്കോളും. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ചിക്കൻ കറി എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞത് കാണാം നമുക്ക്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇടാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇടേണ്ട വരും. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ്. എന്നാലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഇത് നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതിന്. അപ്പോൾ ഇത് ഫ്രഷായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാവും. അതൊരു 1/4 മതി. ഒന്ന് ഇളക്കുക. അത് ഇത്ര ഗ്രേവി മതി. പിന്നെ ഇത് ഇരിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിക്കോളും. ഇത് കുറേ ഗ്രേവി ഉള്ളതല്ല, കുറച്ചായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിത്തൈ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, പക്ഷെ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ എണ്ണയൊന്നും വേണ്ട ശരിക്കും. മറ്റേത് ഇങ്ങനെ തക്കാളിയും സവാളയൊക്കെ വാട്ടി കുറേ എണ്ണ പോവില്ലേ, അപ്പോൾ അത്രയൊന്നും വേണ്ട. കുറച്ച് എണ്ണ മതി. കുറച്ച് എണ്ണയിൽ തയ്യാറാക്കാൻ പറ്റുന്നതിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.